വരുന്ന ജൂണിൽ സ്കൂളിൽ ചേർക്കാനുള്ളത് കൊണ്ട് തന്നെ പീലിയെ നമ്മൾ അക്ഷരം പഠിപ്പിക്കാനായിട്ട് കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഏട്ടന്റെ കുഞ്ഞമ്മ, അതായത് പീലിയുടെ അപ്പാമാരാണ് കേട്ടോ പീലി അക്ഷരം പഠിപ്പിക്കാൻ പോകുന്നത്. അവിടുന്ന് നമ്മൾ നേരെ പോയത് അഞ്ചാലമുടി കൊറിയർ ഓഫീസിലോട്ടാണ്. ഏട്ടന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ചേച്ചി ഗൾഫിൽ നിന്ന് പീലിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും ചോക്ലേറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. പീലി ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് പെട്ടി പൊട്ടിച്ചാൽ മതി എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ എന്നെ കൊണ്ട് നടക്കൂല എന്നുള്ള കാര്യം എനിക്ക് ആദ്യമേ അറിയായിരുന്നു. അതിനകത്തുള്ള സാധനം എനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ, പക്ഷേ എനിക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അത്രയ്ക്ക് കൈ ഇങ്ങോട്ട് ധരിക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ എന്നെ പോലെ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. പിന്നെ പീലി ട്യൂഷനിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് അവക്കും ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ഉടുപ്പൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങ് വീട്ടിലോട്ട് പോയി രാത്രിയിലത്തെ അത്താഴത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങി. സത്യം പറയല്ലേ, ഇവിടേക്ക് ഇപ്പൊ മീൻ വൻ ഷോക്കാണ് കേട്ടോ. ഒന്നുകിൽ കുഞ്ഞൻ ചാള, അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞനയില. എന്തായാലും ഞാൻ അയില വാങ്ങിച്ചിട്ടുണ്ട്. അയല ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടിച്ച് കയറിയിട്ട് മാങ്ങ ഇട്ട് തേങ്ങ അരച്ചൊരു കറി അങ്ങ് വെച്ചു. പിന്നെ വിളമ്പുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പപ്പടവും കൂടെ അങ്ങ് വറുത്തു. ഇതൊക്കെ ഉണ്ടാക്കിയെങ്കിലും രാത്രി ഞാൻ ചോറ് കഴിച്ചില്ല കേട്ടോ. വൈകിട്ട് ഞാൻ 2 ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനും മൂക്ക് നല്ല ചൂട് മീൻകറിയും പപ്പടമൊക്കെ കൂടി ചോറ് കൊടുത്തു. അപ്പോൾ ഓക്കെ, ബൈ.